ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുട്ടി വ്ളോഗായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഡേയിലെ മക്കളുടെ ലഞ്ച് ബോക്സും പിന്നെ അവരുടെ ഇന്നത്തെ സ്കൂളിലെ എക്സ്പീരിയൻസും നമുക്ക് നോക്കാം. സ്കൂൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് മക്കളിതേ വീണ്ടും സ്കൂളിൽ പോകാനായിട്ട് യൂണിഫോമൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. അവർക്കിന്ന് ഫുൾ ഡേ ക്ലാസ് ഉള്ളതുകൊണ്ട് ലഞ്ചിന് ഇന്ന് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫ്രൈഡ് റൈസിനായിട്ട് ബസ്മതി റൈസ് അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്യാനിട്ടിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞാൽ നമുക്കത് വെള്ളത്തിൽ വേവിച്ചെടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചേർക്കുന്നത് അരി ഒട്ടാതിരിക്കാനാണ്. അരി അപ്പോൾ ഒരുപാട് വേവിക്കരുത്, ഒരു 80% വേവിച്ചാൽ മതിയാവും. പിന്നീട് നമ്മൾ ഇതിൽ വെജിറ്റബിൾ ചേർത്ത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് വേവിച്ച് വെച്ച റൈസ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് വെന്ത് കിട്ടും. ഈ വെജിറ്റബിൾസ് തന്നെ വേണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് റൈസ് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് വാർത്തെടുക്കാം. ഇനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അതിൻ്റെ സ്മെല്ലൊന്ന് മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിലേക്ക് കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ കയ്യിൽ ഏത് വെജിറ്റബിൾസാണോ ഉള്ളത് നമുക്കിഷ്ടമുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, ഗ്രീൻ പീസ്, ക്യാബേജ് ഇതെല്ലാമാണ് ചേർത്തത്. നമ്മുടെ എരിവിനാവശ്യമായ പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസിന് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്കൊരു മുട്ട കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും പെപ്പർ പൗഡറും ചേർത്ത് ഫ്രൈ ചെയ്തെടുത്തതാണ്. എല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇത് അധികം ചേർക്കരുത്, ഒരു 2 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച റൈസും ചേർത്ത് കുറച്ച് പെപ്പർ പൗഡറും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഈസി ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി. മല്ലിയില വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സ്കൂൾ വിടാറായിട്ടുണ്ട്. ഗിഫ്റ്റ് നെയിമും അതിൻ്റെ മീനിങ്ങും പിന്നെ ബുക്ക് കവർ ചെയ്യണം. ഈ നെയിം സ്ലിപ്പ് ഞങ്ങൾ തന്നെ ചെയ്തതാണ് കേട്ടോ, പ്രിൻ്റ് എടുത്തതാണ്. മോൻ്റെ പേരും ഫോട്ടോയും വെച്ചിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ.